ഇതാണ് ബിഎമ്മിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മുടെ ടയർ ഇട്ടോ, നമ്മുടെ റേസിൻ്റെ ട്രെയിൽ ഇറങ്ങുന്ന ടയർ നമ്മൾ എക്സ്പൾസിന് കയറ്റിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ അത് ഞാൻ എൻ്റെ എക്സ്പൾസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യാനാണെങ്കിൽ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു റേസ് മോട്ടോ എന്ന് പറഞ്ഞൊരു ടയർ ആയിട്ട് ഞാൻ കൊളാബറേഷനിലാണ്. അപ്പോൾ അവർ നമുക്ക് ടയേഴ്സൊക്കെ അയച്ചു തരും, ഓരോ വണ്ടിക്കും അയച്ചു തരും. അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ റിവ്യൂസും ടയറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും, പിന്നെ ടയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ റൈഡ് പോകുന്നു. അപ്പോൾ ഇനി റൈഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കിണ്ടിമച്ചാൻ, എന്താ പേര്, കിണ്ടിമച്ചാൻ കൊള്ളാം കേട്ടോ. കിണ്ടിമച്ചാൻ കൊള്ളാം. നമ്മളെ കരിവാരത്തേക്കാൻ വന്ന. അപ്പോൾ ഇതുണ്ട്, ഒരു ടയർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ടയർ കണ്ണന്തി തോളത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു വൈറ്റിൽ. അവിടെ പോയിട്ട് നമുക്ക് ടയർ മാറാം. ആൻഡ് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഒരു വ്ളോഗ് കാണാൻ പോണത്. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റോഡ് മോങ്സ്. അവിടെ ടയർ ചേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ BMW പെയിൻ്റൊക്കെ അടിച്ച് വയറിംഗ് കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ വയറിംഗ് കിറ്റൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവിടെ പോയി നമുക്ക് അതും കൂടെ വണ്ടിയും കൂടെ ഒന്ന് കാണാം. അപ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാം. ലെറ്റ്സ് ഗോ ചേഞ്ച് ദ ടയേഴ്സ് ആൻഡ് see how this race motor performs. So we are here at Road Monks. പേര് കേട്ടോ, ഒരു രക്ഷയതെ. അതാണ് നമ്മുടെ റേസ്. യൂറോപ്യൻ ടെക്നോളജി എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്, കണ്ടറിയാം. ബട്ട് ഇവരുടെ പാറ്റേൺ നമ്മൾ പുറത്തത്തെ കുറേ ഫോറിൻ ബ്രാൻഡ്സിൻ്റെ പാറ്റേൺ പോലെയാണ്. നല്ല കട്ട ടയർ കേട്ടോ. ദിസ് ഈസ് ദ ട്രെയിൽ R ഫോർ Xpulse. നമ്മുടെ ടയർ ഇട്ടോ, നമ്മുടെ റേസിൻ്റെ ട്രെയിൽ ഇറങ്ങുന്ന ടയർ നമ്മൾ എക്സ്പൾസിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ 2-3 ദിവസത്തേക്ക് റൈഡ് വാഗമൺ പോകുന്നുണ്ട്. അവിടെ പോയി പൊളിക്കാം. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഇനി നേരെ പോയിട്ട് നമ്മുടെ BMW കൂടെ കാണാം. BMW നമ്മുടെ കളമശ്ശേരിയിൽ മോട്ടോ ഫാബിൽ ഇരിപ്പുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് BMൻ്റെ പണി തുടങ്ങിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാര്യം കുറച്ച് ഓർഡർ ചെയ്ത പാർട്സൊക്കെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി പോയി നോക്കാം. അങ്ങനെ നമ്മളുടെ ടയർ മാറി നമ്മുടെ 2 ടയറും കൊണ്ട് നമ്മൾ പോവുകയായി. റേസ് ടയേഴ്സ്, ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ് ഔട്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ലോങ് ടേം നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് ഓടിച്ചിട്ടൊക്കെ എന്തായാലും എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷേ അതിന് ഇടയിൽ നിങ്ങൾ റൈഡ് വീഡിയോസൊക്കെ എന്തായാലും കാണാം. നമുക്ക് തുമ്പിനെ കിട്ടിയിട്ടുണ്ട്. എടപ്പള്ളി ടോൾ എരമല്ലൂർ വൈറ്റില വഴി ഓടുന്ന തുമ്പിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓ ഭാഗ്യം, വണ്ടി അകത്തുണ്ട്. ഇവിടെ ആരുമില്ലേ? നമ്മളത് മോട്ടോ ഫാബിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു സാധനം കൂടെ വെച്ച് ഞാൻ കാണിക്കാൻ വിട്ടു. ഇത് നമ്മുടെ റാലി പ്രോയിൻ്റെ ഗിയർ ലിവർ ആട്ടോ. കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ MX ബൂട്ടൊക്കെ ഇട്ട് ഓടിക്കുവാണെങ്കിൽ, ഈ ബൂട്ടൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. നല്ല ലെങ്ത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബൂട്ട് ഇങ്ങനെ താഴത്തേക്ക് എടുത്ത് നമുക്ക് ഗിയർ മാറാനൊക്കെ എളുപ്പമാണ്. അത് MX ബൂട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ റേസൊക്കെ ഓടിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ശരിക്കുള്ള യൂസ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതേങ്ങനെ വേറെ ചെയ്തിട്ടൊന്നുമില്ല. ടയേഴ്സ് ആർ ഗുഡ്. ഒരു 10-200 കിലോമീറ്റർ ഓടിയാലേ അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ. സോ വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് വി ആർ ഹിയർ അറ്റ് മോട്ടോ ഫാബ്. ഇവിടുത്തെ നിഞ്ച 650, ഒരു MTO1, പിന്നെ നമ്മുടെ ഒരു പഴയ സ്ട്രീറ്റ് ട്രിപ്പിൾ ഇവിടെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ 6 മാസത്തിന് മേളിൽ ഇത് ഇവിടെ ഇരിക്കണം. ആൻഡ് നമ്മുടെ ഇതാണ് BMൻ്റെ അവസ്ഥ കേട്ടോ. ഇതിപ്പോൾ ഷാസിയൊക്കെ പെയിൻ്റ് അടിച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്സ് നമ്മൾ പെയിൻ്റ് അടിച്ച് കാണിച്ചിട്ടുണ്ടായി ഓൾറെഡി. ഇപ്പോൾ ഷാസിയും നമ്മുടെ സ്വിംഗ് ആം മൊത്തം പെയിൻ്റ് അടിച്ച്. ചിലപ്പോൾ ഈ ഒരു സസ്പെൻഷൻ റീബിൽഡ് ചെയ്യേണ്ടി വരും. ചെറിയ ലീക്ക് ഉണ്ടായി, ബട്ട് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ അങ്ങനെ ലീക്കില്ല, അല്ലെങ്കിൽ ഓയിൽ തീർന്നു പോയതാണെന്ന് അറിയില്ല. ബട്ട് യെസ്, സസ്പെൻഷൻ ചിലപ്പോൾ റീബിൽഡ് ചെയ്യേണ്ടി വരും. ഫ്രണ്ടും ബാക്കും ഒട്ടും ഓയിലില്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട് ഫോർക്കൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് സിൽവർ. അതായത് ഫുൾ ഷാസി ഭാഗം മൊത്തം നമ്മൾ സിൽവർ പെയിൻ്റ് അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറിംഗ് കിറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, അതും വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്ത് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കുട്ടനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും. ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ, ഫ്രണ്ട് ബ്രേക്ക് സിലിണ്ടറും നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ BMWൻ്റെ അവസ്ഥ. അവിടെ ഹാളിലിരിക്കുന്നുണ്ട്. ഏതാ വണ്ടി? NS തോന്നുന്നു. അങ്ങനെ ഓരോരോ വണ്ടികളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ പോകണതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നമ്മുടെ BMW രജിസ്ട്രേഷനും പരിപാടികളിലേക്ക് കയറും. അതേപോലെ CD100 ഞാൻ മറന്നിട്ടില്ല, എല്ലാം കൂടെ പറ്റാനുള്ള. ഇപ്പോൾ ഫുൾ ഇവൻറ്റ്സാണ് തന്നെ കൂടുതലും. കമ്പനികളുടെ ഇവൻറ്റ്സ്, നമ്മുടേതായിട്ടുള്ള റൈഡും പരിപാടികളൊന്നും അങ്ങനെ നടക്കുന്നില്ല. അതെനിക്കൊരു വിഷമമുണ്ട്. ബട്ട് യെസ്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ
നല്ല നല്ല ഉയരത്തിലേക്ക് എത്താനുള്ള ഓരോരോ മാർഗ്ഗങ്ങൾ അറിയില്ല. ഇപ്പോഴാണ് കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. നമ്മളെ ഒരു ഇവൻറ്റിന് പോകുന്നു, അവിടെ പോയി വണ്ടി റിവ്യൂ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നേരെ വീട്ടിലേക്ക് പോകാം. സോ കാലങ്ങളായിട്ട് എറണാകുളത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എറണാകുളം ഇപ്പം മാറി ഗൈസ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയാനുള്ള എറണാകുളം പഴയ എറണാകുളം അല്ല. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാലല്ല, സ്റ്റാൻഡ് സ്റ്റിൽ ബ്ലോക്ക്. എനിക്ക് ഒരു നിമിഷം ബാംഗ്ലൂരാണോന്ന് തോന്നിപ്പോയി. അമ്മാതിരി ബ്ലോക്കാണ് ഇപ്പോൾ വൈകിട്ടുകളിൽ ഈവനിങ് ടൈമിൽ നമുക്കിവിടെ എറണാകുളം സൈഡിൽ കാണാൻ പറ്റുന്ന കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ഞാൻ ഈ ബ്ലോക്കും പിടിച്ച് ഇവിടെ നിന്ന് കൊച്ചി വരെ എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ 1.5 മണിക്കൂർ എടുക്കും. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവസ്ഥ രാവിലെ എഴുന്നേറ്റ് ഈ ബ്ലോക്കും വൈകിട്ട് വരുമ്പോഴും ഇതേ ബ്ലോക്ക്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. 2000 തണ്ടർ ബേർഡ് അമ്മേ. ഹായ്, നമുക്കിനി കുറച്ചൊരു കൊച്ചിനെ കളിപ്പിക്കാം. കൊച്ചു മൈൻഡ് ഇല്ല. ഹായ്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആരാ? ഞാനാ? നിനക്കാ? നമ്മളിതേ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു സമയം 6-7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കൊച്ചിയിൽ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരു ഫോറം മോള് തുടങ്ങിയിട്ടുണ്ട്, പുതിയ മോള്. വെള്ള ലൈറ്റ് ഓൺ ആക്കട്ടെ. കണ്ടോ, അതാണ് പുതിയ ഫോറം മോൾ, കൊച്ചിയിലെ പുതിയ മോൾ. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. അപ്പോൾ കൊച്ചിയിൽ അറിയാവുന്നവർക്കൊക്കെ കണ്ടോളൂ, ഇതാണ് നമ്മുടെ പുതിയ ഫോറം മോൾ. ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ PVR ഉണ്ട്, പിന്നെ ഷെഫ് പിള്ളയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അയ്യോ ഈശ്വര, ഓഫീസിൻ്റെ ഭ്രാന്ത് കഴിഞ്ഞ് പോകണമായിരിക്കും അല്ലേ, പാവം. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ഫോറം മോൾ, പുതിയ ബ്ലോക്കിൻ്റെ സ്ഥലം ആണ് നിങ്ങളെ കണ്ടത്. പിന്നെ നമ്മുടെ പഴയ ഓഫ് റോഡ് സെക്ഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങൾക്ക് രാത്രി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ദാറ്റ് ഈസ് അവർ കുണ്ടന്നൂർ പാലം. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഒരു ലോറി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. പോലീസുകാരുണ്ടല്ലോ, അടിച്ച് കിട്ടി മക്കളെ ഫോട്ടോ. പോലീസ് വട്ടം നിർത്തി പിടിച്ചിട്ടുണ്ട്. സന്തോഷം. കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? പോർഷ് മക്കാൻ. ഐ സി എ മക്കാൻ ഹിയർ. നമ്മൾ പണ്ട് കുറേ വ്ളോഗ് ചെയ്യുമായിരുന്നു നമ്മൾ സിറ്റിയിൽ ഓടിക്കണതായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ടിങ് ആണ്. എനിക്കറിയാം ദിസ് ഈസ് നോട്ട് വാട്ട് ഐ യൂസ് ടു ഡു. ആ ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല എന്നറിയാം. ബട്ട് ഐ എം ട്രൈയിങ്. തിരിച്ച് വരവിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം നിങ്ങൾ കരുതിയാൽ മതി. ഇനി അങ്ങോട്ട് അടിപൊളി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, പിന്നെയും റൈഡും കാര്യങ്ങളൊക്കെ പോവാണ്. ഇവൻസിൻ്റെ വഴിയിൽ നടക്കും. റൈഡും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ രീതിയിൽ നടത്താൻ ഞാൻ മാക്സിമം നോക്കാം കേട്ടോ. എന്തായാലും ദിസ് ഈസ് അവർ ഓഫ് റോഡ് സെഷൻ. പിന്നെയും ഈ പാലം നശിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ടാറൊക്കെ ഇട്ടേക്കണത് പശു റോട്ടിൽ എന്താ പറയുക വൃത്തികേടാക്കി ഇടുന്ന പോലെയാണ് ഇവിടെ ടാർ ഇട്ടേക്കണത്. അതേപോലെ അവിടെ ഇവിടെയൊക്കെ കുറേ ടാറ് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. എക്സ്പൾസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് മോജോയിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ കട്ടിങ് ചെയ്ത് ഇപ്പോൾ വരും മോനെ. പുതിയ റേസ് ടയറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് വേണേൽ പറയാം. കണ്ട ഓഹോ, ആ പുള്ളിയുടെ ആ സാധനം തെറിച്ചു പോകും ചിലപ്പം. 790 ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എടുക്കാറില്ല, വളരെ കുറച്ച് എടുക്കാറുള്ളൂ. എടുത്താൽ തന്നെ നമ്മൾ മറ്റേ വണ്ടി എവിടെയും നിർത്തി വെച്ചിട്ട് വരും, ചൂടടിച്ചിട്ട് ഇല്ലാണ്ടാവും. എക്സ്പൾസ് ഇസ് മച്ച് ബെറ്റർ പെർഫോമിങ് ഇൻ ദിസ് കണ്ടീഷൻ. സ്റ്റക്കായ. താങ്ക് യു ഗോപ്രോ ഫോർ യുവർ ലവ്ലി പെർഫോമൻസ്. അപ്പോൾ വീഡിയോ ഞാൻ എൻ്റെ ചെയ്യാനാണ്. എനിക്ക് എന്തായാലും അറിയാം പോയി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ വ്ളോഗ് ചിലപ്പോൾ പുറത്ത് വരുമ്പോൾ വരില്ലായിരിക്കും.